ഹലോ ഗൈസ്, വെൽക്കം ഉണ്ട് കേട്ടോ. നീലാകാശം പച്ചക്കടൽ എന്ന് പറഞ്ഞ് ഇന്ന് ഞങ്ങൾ പോകുന്നത്, അല്ല പച്ചക്കടലല്ല നീലക്കടലാണ്. നീലക്കടലും ഒക്കെ താണ്ടി ഇന്ന് വേറെ പുതിയൊരു സൈറ്റിലോട്ടാ പോകുന്നത്. സൈറ്റ് എന്ന് പറഞ്ഞാൽ സൈറ്റല്ല, ഒരു വീട്ടിലോട്ടാ പോകുന്നത്. വീട്ടിന്റെ റിനോവേഷൻ വർക്കിന് നമുക്ക് അതിന്റെ മെഷർമെന്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുക. പിന്നെ ക്ലയൻസിന്റെ റിക്വയർമെന്റ്സ് അറിയണം. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള യാത്രയില ഇന്ന്. അത് പോകുന്നതിന് മുമ്പ് നമ്മൾ വിചാരിച്ചു നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് വയറ് ഫില്ല് ചെയ്തിട്ട് പോവാം. പതിവ് പോലെ, അതിൽ മാറ്റമൊന്നുമില്ല, ഇതൊന്നും പതിവാണ്. വയറ് ഫില്ല് ചെയ്തിട്ട് പോവാന്നുള്ളതാണ് നമ്മളുടെ ഒരു ധാർമ്മികത. പോകുന്ന വഴിക്ക് ഗൗരീശങ്കരൻ കണ്ടപ്പോൾ ഞാൻ വണ്ടി സഡൻ ബ്രേക്ക് ഇടാൻ പറഞ്ഞു. കാരണം കൊണ്ടല്ല, എനിക്ക് ഊണ് വേണ്ടായിരുന്നു. ഒരു ചായ ബട്ടൂര ഇത് കഴിക്കാന്ന് കരുതിയ, മുമ്പ് ഗൗരീശങ്കരത്തിന് കഴിച്ചിട്ടുള്ളത് കൊണ്ട് അത് കഴിക്കാന്നാ കരുതിയത്. പക്ഷെ നടന്നില്ല. ഉച്ചസമയം കൊണ്ട് അതൊന്നുമില്ല. രണ്ടു വട്ടം വരാൻ വയ്യാത്തതുകൊണ്ട് ഒരു വട്ടം തന്നെ ചോറിൽ തന്നെ പപ്പടം വെച്ചുകൊണ്ട് വന്ന് ഈ ചേട്ടനൊരു ഷേക്കാൻ കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ചേട്ടന്റെ കൈ ഒഴിയാത്തതുകൊണ്ട് ഞാൻ അത് കൊടുക്കാൻ നിന്നില്ല. ഇന്നത്തെ സൈറ്റ് എന്ന് പറഞ്ഞാൽ കണ്ണിന് കുളിർമയേകുന്ന തരത്തിലുള്ളതായിരുന്നു. കാര്യം നിറയെ ഗാർഡൻ ഒക്കെ ഉള്ളതായിരുന്നു. സാധാരണ തരിശുഭൂമിയിലാണല്ലോ നമ്മൾ അളവെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കറുത്ത് കരുവാളി ചാകി ഇരിക്കുന്ന നമുക്കൊരു സമാശ്വാസം എന്ന രീതിയിലാണ് ഇങ്ങനെയുള്ള അടുത്ത് പോകുന്നത്. ഇവിടെ നല്ല കുളിർമയും കൊണ്ട് പോരാത്തന്നെ അവരെ വല്ല വെള്ളവും കുടിക്കാനും തരും. അതാണ് ഒരു ആശ്വാസം. പണ്ട് വീട് വെച്ചിരുന്നവരെല്ലാം പിന്നത്തെ കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല. അതായത് ഭാവിയിൽ ഒരു ഫസ്റ്റ് ഫ്ലോറും കൂടെ കെട്ടാമെന്ന് ആലോചിച്ച് വെക്കുന്നവർ വളരെ കുറവായിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു തോന്നിയത്. അതുകൊണ്ട് ഒരു ആവശ്യമില്ലാതെ നടുക്കൊരു ഉയർന്ന ഒരു ഫ്ലോറും കൂടെ ഉണ്ടായിരുന്നില്ല. ഫ്ലോർ അല്ല, ഒരു റൂഫും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ കണ്ണിന് കുളിർമ നൽകാൻ വേറൊരാളും കൂടെ അവിടെ ഉണ്ടായിരുന്നു. ആ ആളെ കാണാൻ ഞാൻ പതുക്കെ താഴോട്ട് ഇറങ്ങി വന്നു. പിന്നെ കുറച്ചേരം അയാളെയൊക്കെ കൊഞ്ചിച്ച് അളവെടുപ്പ് കഴിഞ്ഞ പിന്നെ പ്രകൃതി നിരീക്ഷണം എനിക്ക് മസ്റ്റാണ്. പിന്നെ അവര് തന്നെ ജ്യൂസും കുടിച്ചിഞ്ഞ് പോരുന്നു.